ഹായ് ഫോക്സ്, നമ്മൾ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരാണ് ഈ നമ്മൾ എന്നുള്ളത്? ഞാനൊരു എഞ്ചിനീയറാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. നമ്മൾ 2 പേരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാനും ഒരു എഞ്ചിനീയറാണ്, സെക്യൂരിറ്റി എഞ്ചിനീയർ. അതെ, എഞ്ചിനീയർ പേര് മാത്രമേ ഉള്ളൂ. അതെ, നമ്മളൊരാൾ ബിൽഡ് ചെയ്യും, ഒരാൾ അതാണ് ബേസിക്കലി ഒരു ഇത് എന്ന് പറഞ്ഞത്. അപ്പം ഇതാണ് നമ്മളൊരു പ്രൊഫഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പം നമ്മളൊരു ബേസിക് ഈ എപ്പിസോഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഈ ചാനലിനോട് ഉദ്ദേശിക്കുന്നത്, നമ്മളെന്താണ് ഇത് തുടങ്ങാനുള്ള കാരണം, എന്തൊക്കെ നമ്മളിതിൽ ഡെലിവർ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് തുടങ്ങും? ഒരു ഇൻട്രോ ആണല്ലോ, ബാക്കി കഥകൾ നിങ്ങൾ പറഞ്ഞുതരാം. പക്ഷേ ഇതൊരു എന്ത് വെച്ച് തുടങ്ങുമെന്ന് ആലോചിച്ചപ്പോഴാണ് പെട്ടെന്നൊരു കോട്ട് സ്ട്രൈക്ക് ചെയ്തത് നമുക്ക്. അപ്പം ആ കോട്ട് വെച്ച് തന്നെ തുടങ്ങാം. A jack of all trades is a master of none, but oftentimes better than master of one. പിന്നെ നമ്മൾ ഈ കോട്ട് തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളെപ്പോലെയാണ് ഈ കോട്ട്. കാര്യം നമ്മളൊന്നിൻ്റെ മാസ്റ്ററല്ല. കുറേ കാര്യങ്ങൾ അറിയാം, കുറേ കാര്യങ്ങൾ ട്രൈ ഔട്ട് ആക്കിയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ വർക്കൗട്ട് ആയിട്ടില്ല, സൗണ്ട് റേസ് ചെയ്തു, എന്നാൽ കുറേ കാര്യങ്ങൾ വർക്കായിട്ടുണ്ട്. അപ്പം അതെ, കുറേ കാര്യങ്ങൾ വർക്കായിട്ടുണ്ട്. അപ്പോൾ അതും ഡിസ്കസ് ചെയ്യണം. അങ്ങനെ ഒരു ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി നമ്മളെ ഇൻട്രോ ഇതാണ്. നമ്മളെ പേര് ഞാൻ കഥ എന്നെ ബേസിക്കലി കോഡിങ് ഫീൽഡിലുള്ള എല്ലാവർക്കും, എല്ലാ എൻജിനീയേഴ്സിനും, ഇപ്പം എഞ്ചിനീയറോ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ എഞ്ചിനീയർ ആയാലും എന്നെ നോട്ട് എ നമ്പർ അറിയാത്തൊരു ആൾക്കാർക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഒരു എററായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ലോകമായിട്ടോ എവിടെയെങ്കിലൊക്കെ വരും. അല്ലെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പഠിക്കുമ്പോഴും പഠിക്കുന്ന സാധനം. അപ്പം നമ്മളിത് കണ്ടുപിടിച്ചത് ബേസിക്കലി ഒഴിക്കാവുന്നത് പോലെ നമ്മൾ പ്രോംപ്റ്റ് ചെയ്തു. എങ്ങനെയായിട്ട് നമ്മൾ ചോദിച്ചു എന്തിടാം. ഫസ്റ്റ് നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് ക്ലെവർലി റോങ് ബട്ട് ദ ഡിസിഷൻ വാസ് ക്ലെവർലി റോങ്. അതെ, അതാണ് നമുക്ക് ലാസ്റ്റ് മനസ്സിലായത്. കാരണം അതൊരു റോങ് ഡിസിഷൻ ആവും. നമ്മൾ പറയുന്നത് റോങ് ആണോ എന്നുള്ളൊരു ചിന്ത വരും. അപ്പം എന്നെ ആകുമ്പോൾ അതിൻ്റെ ടാഗ് ലൈനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോട്ട് എ നോർമൽ കോൺവെർസേഷൻ. നിങ്ങൾക്ക് കേട്ട് തുടങ്ങിയപ്പോൾ മനസ്സിലാകുന്ന ഒരു നോർമൽ കോൺവെർസേഷൻ ഒന്നല്ല. നമ്മൾ ഒരു സ്ട്രക്ചറിൽ നമ്മളൊരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ബേസിക്കലി ഫസ്റ്റ് നമ്മൾ ഇതാക്കാൻ പോണത് ഒരു ഇൻട്രോ. അതാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം. നമ്മളിതിൽ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് കോർ ടെക് എന്ന് പറയുമ്പോൾ ഒരു ട്യൂട്ടോറിയലോ ഒന്നും പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല. ബേസിക്കലി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ GPT-2 വൈറ്റ് പേപ്പേഴ്സ്, ഹൗ ഡസ് ഇറ്റ് വർക്ക്, ഹൗ ഡസ് ട്രാൻസ്ഫോമേഴ്സ് വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെ, ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ. അല്ലാതെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അതൊന്നും അല്ല. അതൊക്കെ നമുക്ക് എവിടെ നോക്കി എന്ത് വേണമെങ്കിലും പഠിക്കാം. ഇത് ജസ്റ്റ് ബേസിക് ഇൻഫർമേഷൻ. ഹൗ ലൈക്ക് എങ്ങനെ ഉണ്ടായി എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് ഫസ്റ്റ് ഗൂഗിൾ ഇറക്കിയത്, എങ്ങനെ ChatGPT ബെറ്റർ ആക്കി എടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കാം. ഡിഫറെൻറ്റ് പേപ്പേഴ്സ്, ഒരുപാട് തരത്തിലുള്ള പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. GPT ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ പേപ്പേഴ്സ് ആയിക്കോട്ടെ. അറ്റൻഷൻ ഈസ് ബേസിക്കലി. സോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത് വിഷൻ ട്രാൻസ്ഫോമേഴ്സ്, ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതും ഒരു തരത്തിലുള്ള ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഒരു ഡെറിവേഷനാണ്. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. ഇതിപ്പം എന്താ ഗുണം? ബേസിക്കലി ഈ പേപ്പർ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ വായിക്കാൻ നല്ലാത്തവർക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് മനസ്സിലാവും നിങ്ങൾക്ക് ഇൻട്രസ്റ്റുള്ള ഫീൽഡാണോ അത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, ഒരു കോഴ്സോ ഒന്നും വേണ്ട, ഓൾ ഇൻ ഇൻ്റർനെറ്റ് എല്ലാം ഉണ്ട്. എല്ലാവരും ഒരു കോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് തപ്പി പിടിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടുന്ന് ഒക്കെ എടുക്കേണ്ടി വരും. കണ്ട ബ്ലോഗും അതും ഇതൊക്കെ വായിക്കേണ്ടി വരും. ഒരൊറ്റ പ്രശ്നമുള്ളൂ, ബാക്കി എല്ലാം ഇൻ്റർനെറ്റിലുണ്ട്. നമുക്ക് മാസ്റ്റർ ഓഫ് വൺ ആകാം ബേസിക്കലി. എക്സാക്ട്ലി. നമ്മളായില്ല, ബട്ട് നമുക്കിങ്ങനെ നമ്മൾ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് നമ്മളിങ്ങനെ എല്ലാ ഇൻഫർമേഷൻസ് കാണാതെ. അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ടെക് മാത്രമല്ല സംസാരിക്കാതെ നമ്മൾ മൂവീസിനെ പറ്റി സംസാരിക്കും, ഫുഡിനെ പറ്റി സംസാരിക്കും. നമ്മളിവിടെ സ്ഥിരം മൂവീസ് കാണുന്ന ആൾക്കാരാണ്. ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, കുറച്ചധികം പോകാറുണ്ട്. അത് തുടങ്ങിയപ്പോഴാണ് അങ്ങനെ പോലെ തുടങ്ങിയപ്പോഴാണ് നമ്മൾ പോഡ്കാസ്റ്റും തുടങ്ങുക. അതും സംസാരിക്കാനുള്ള രീതിയില്ല. ഇപ്പോൾ അതിനൊരു ലക്ഷ്യമായി, ഒരു ഗോളുമായി. കാരണം ലാസ്റ്റിലെ എല്ലാ ആഴ്ചയും നമ്മൾ സിനിമക്ക് പോയിട്ടുണ്ട് ബേസിക്കലി. അതെ, പിന്നെ ഈ ആഴ്ച എന്തോ പോയില്ല. കാര്യം വെച്ചാൽ മാസാവസാനായി പൈസ ഇല്ല. പിന്നെ പടം അത്ര ഇപ്പം ലാസ്റ്റ് ഇറങ്ങി മറ്റേ കാര്യം കുറച്ച് വേടായിരുന്നു. പിന്നെ ഓജിക്ക് പോകാമെന്ന് വിചാരിച്ചു, നല്ല റിവ്യൂ ഒക്കെ കിട്ടും. പക്ഷെ ഭയങ്കര റേറ്റാണ്. കുറച്ച് ടിക്കറ്റ് പ്രൈസ് കുറച്ച് കൂടുതലായിരുന്നു. രണ്ട് പോയില്ല. ടിക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ ചിലപ്പോൾ
അത് ഞങ്ങളെന്താ നാട്ടിലേക്ക് work ചെയ്തു. പറയാനല്ലോ. ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അറിയാത്ത ഫസ്റ്റ് ഒരു ക്ലൂ ഫസ്റ്റ് എപ്പിസോഡ് ബേസിക്കലി നമ്മളറിയാനല്ല നിങ്ങളിത് കേൾക്കേണ്ടത്. എന്റർടൈൻഡ് ആകാൻ നല്ല കണ്ടന്റ്സ് ഉണ്ടാവും. നമ്മളിത് ബേസിക്കലി നമ്മളെ ടൈറ്റിൽ വായിച്ചാൽ മനസ്സിലാവും ഇതൊരു എന്റർടൈൻമെന്റ് കണ്ടന്റ് ആണോ അതോ ഇൻഫോർമേറ്റീവ് ആണോ. ബേസിക്കലി നമ്മൾ ടെക്ക് നിടും, ടെക്കിൻ്റെ ആണെങ്കിൽ ഫിലിംസ് ആണെങ്കിൽ ഫിലിംസ് നിടും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്താണോ ആ സ്പെസിഫിക് സംസാരം ഇതാകുന്നത് അതിൻ്റെ ടൈറ്റിൽ വായിച്ചാൽ മനസ്സിലാവും വെദർ യു ആർ ദ റൈറ്റ് പേഴ്സൺ ടു സീ ദിസ് ഓർ നോട്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റ്സ് ഭയങ്കര വൈഡ് വെറൈറ്റീസ് ആയിരിക്കും. ടെക് ആണെങ്കിൽ പോലും കാര്യം എന്ന് വെച്ചാൽ ഇപ്പം വരുന്നത് ബിൽഡിംഗ് ഇൻ്റർനെറ്റിൽ എങ്ങനെ സർവീസ് കൊടുക്കാം, എങ്ങനെ ഒരു ബിൽഡ് ചെയ്യുന്ന പരിപാടി പറയുമ്പോൾ ഞാൻ വരുന്നത് ഹൗ ടു ബ്രേക്ക് ദ ഇൻ്റർനെറ്റ്, ആ ഒരു മൈൻഡ് സെറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള പല പെർസ്പെക്റ്റീവ്സ് നിന്നുള്ള ഇൻപുട്സ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ GPT-2 പേപ്പർ. അപ്പം നിങ്ങൾക്കിത് വെറുതെ എപ്പോഴെങ്കിലും ഇരിക്കുമ്പോൾ അത് കേട്ട് വെക്കാം, അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാമല്ലോ. നമ്മളും അത് മനസ്സിലാക്കുന്നുണ്ട്. ബേസിക്കലി ടേക്ക് ഓവർ ചെയ്യണം കോഡിങ്ങും എല്ലാം. അപ്പം പക്ഷെ അതിലോട്ട് എനിക്ക് എതിർപ്പുണ്ട്. ഒരിക്കലും ടേക്ക് ഓവർ ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് ഒരു 50 years ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെ, എനിക്ക് 50 years എനിക്ക് ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ട്. ബേസിക്കലി ഇതാണ് നമ്മളൊരു പ്രത്യേകത. നമുക്ക് ഡിഫറൻസ് ഒപ്പീനിയൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ട് പല ടോപ്പിക്സിലും. അത് നമ്മൾ ഡിബേറ്റ് ചെയ്യണ പോലെ സംസാരിക്കും. ഇതാണ് ഇപ്പം നമ്മളിപ്പോൾ ഡിബേറ്റ് ചെയ്യേണ്ട പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് നടന്നേനെ അത് വേറെ എന്താണെന്ന് വെച്ചിട്ടാണ്. അപ്പം ടേക്ക് ഓവർ ചെയ്യുക വെച്ചാൽ അതെങ്ങനെ ടേക്ക് ഓവർ ചെയ്യും ചെയ്യാതിരിക്കുന്നതിൽ രണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അവനൊരു പെർസ്പെക്റ്റീവ് ഉണ്ട് എന്തുകൊണ്ടാണ് ടേക്ക് ഓവർ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ. ഞാൻ ടേക്ക് ഓവർ എന്തുകൊണ്ട് ചെയ്യും എന്ന് പറയുന്നതിലും ഉണ്ട്. മൊത്തം ടേക്ക് ഓവർ എന്നല്ല പറയുന്നത്, ബട്ട് ദർ ആർ സർട്ടൻ ഫീൽഡ്സ് ബിറ്റ്വീൻ. നമ്മളങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ഇതെല്ലാം ഈ ബേസിക്കലി ഫസ്റ്റ് ഓഫ് നമ്മളെല്ലാം ടീസ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഫിലിംസ് നമ്മളെടുത്തു, അത് ഫുള്ളാക്കിയിട്ടില്ല. ഫസ്റ്റ് ഫിലിംസ് എങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. അതൊരു വെറൈറ്റി. വെറുതെ റിവ്യൂ പറയുന്നതല്ല, റിവ്യൂ നമ്മൾ പറയും വെറുതെ നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനത്തെ 2-3 കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഡീറ്റെയിൽ മറ്റേ കോക്കോ റിലേറ്റ് മീഡിയ ചെയ്യുന്ന അങ്ങനത്തെ പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയാനുള്ളൊരു അവസ്ഥ അതിൻ്റെ ആവശ്യമില്ല. ഇല്ല, നമ്മൾ പുതിയ പടങ്ങളെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒന്നെങ്കിൽ ഒരു പഴയ പടത്തിനെ പറ്റി, അല്ലെങ്കിൽ ഒരു പഴയ നല്ല പടത്തിനെ പറ്റി, അല്ലെങ്കിൽ ഒരു പഴയ ഡയറക്ടറിനെ പറ്റി, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടറിനെ പറ്റി. ഫോർ എക്സാമ്പിൾ റെക്സിജൻ, അതുപോലെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറാണ്. അല്ലെങ്കിൽ രാജീവ് രവി ഞങ്ങള് മിഞ്ഞാന്നത്തെ കോൺവെർസേഷൻ ആണ്. ഇന്നലെ നമ്മൾ പോഡ്കാസ്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോഴും ഇത് നമ്മൾ പറഞ്ഞ രാജീവ് രവി അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് വന്നു. അപ്പം രാജീവ് രവി നമ്മൾ ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. രാജീവ് രവിയുടെയും ഫിലിമോഗ്രാഫി ഭയങ്കര അടിപൊളിയാണ്. നമുക്കൊരു അഭിമാനമുള്ള ഡയറക്ടറാണ് ആസ് എ മലയാളി എന്ന രീതിയിൽ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നി, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തു, എന്താണ് ആ ഫിലിംസിൻ്റെ സ്പെഷ്യാലിറ്റീസ്, അതിലത്തെ ക്യാരക്ടേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റീസ് നമുക്കറിയുന്ന രീതി. നമ്മൾ ഈ ഫാൻസ് ഒന്നും അല്ല, അത് ഫസ്റ്റ് കാണാറുണ്ട്, പോയി കാണും, എൻജോയ്, ഇഷ്ടപ്പെട്ടില്ല. ഒരു കോമൺ മാൻ. നമുക്ക് എന്തെങ്കിലും എന്റർടൈൻ ആണോ അത് നമ്മൾ എന്റർടൈൻ ആണ് ഒരു മീഡിയ ആണ് ഫിലിം ബേസിക്കലി. ഇപ്പോൾ റീസെന്റ് ഇറങ്ങിയ നമ്മുടെ ആര്യൻ ഖാൻ ഡയറക്ട് ചെയ്ത ഓ മൈ ഗോഡ് പേരെങ്ങനെ പറയാം, ബാറ്റ്സ് ഓഫ് ബോളിവുഡ്. ദ ബാറ്റ്സ് ഓഫ് ബോളിവുഡ് അങ്ങനെ പറയാൻ പറ്റും. ഫസ്റ്റ് എപ്പിസോഡിൽ ബോളിവുഡ് അതിൽ കുറെ ഹിഡൻ ഡീറ്റെയിൽസും റെഫറൻസ് എത്ര ആൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് എന്നൊന്നും അറിയില്ല. നമുക്ക് സ്ട്രൈക്ക് ചെയ്യാതെ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണ്. പ്യൂർ ബ്രില്യൻസ് പ്ലസ് ഡയറക്ഷൻ. ഒന്നുമില്ല, അടുത്ത ആര്യൻ ഖാന്റെ ഫിലിമോ സീരീസോ ഫസ്റ്റ് ഷോ പോയി കാണും ഉറപ്പല്ല. അത്ര നമ്മളൊരു ഫാനായി മാറി. എന്തുകൊണ്ടായിരുന്നൊക്കെ നമ്മളൊരു ഡീറ്റെയിൽ എപ്പിസോഡ് അങ്ങനെയാണ്. ഇപ്പോൾ രാജീവ് ദേവി സെഷൻസ്, ആര്യൻ ഖാൻ എന്തുകൊണ്ട് നമുക്ക് ബെറ്റർ ആയി തോന്നി. ഒരു കുടുംബശ്രീ സ്റ്റോറി ഈ ഒരു ലെവലിനൊക്കെ എടുത്തു. അതെ, അതാണ് ആര്യൻ ഖാന്റെ ബാറ്റ്സ് ഓഫ് ബോളിവുഡിന്റെ കാര്യമാണ് പറഞ്ഞത്. രാജീവ് പടമല്ല, അങ്ങനത്തെ ഒരു കുടുംബശ്രീ പടം ബേസിക്കലി അങ്ങനെ എത്ര എന്റർടൈൻഡ് ആക്കി, അല്ലെങ്കിൽ അവനങ്ങനെ ആക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ടേഴ്സ് ഒന്നല്ല, നമ്മൾക്ക് ഇങ്ങനെ എന്റർടൈൻഡ് ആയി നമ്മൾ പറയുന്നത്. കൺഫ്യൂസ് ആവില്ലെങ്കിൽ നമ്മളെന്തോ ഡയറക്ഷൻ നമുക്കങ്ങനെ ഒന്നല്ല. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള മേഖലയാണ് ഡയറക്ഷൻ ബേസിക്കലി. ആക്ച്വലി എന്ന് വെച്ചാൽ ഞാനധികം ഹിന്ദി പടം കാണുന്ന വ്യക്തിയല്ല.
പക്ഷേ ഹിന്ദി പടം കണ്ടാലും എനിക്കധികം ഹിന്ദി മനസ്സിലാവില്ല. കുറേ മലയാളികളുണ്ട് അതേപോലെ. ഹിന്ദി പടം കണ്ടാലും നമുക്ക് ഈ കോമഡിക്ക് വരുന്ന പ്രശ്നമാണ് ലാംഗ്വേജ്. ഈ ലാംഗ്വേജ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ കോമഡി നമുക്ക് ഹിറ്റ് ചെയ്യില്ല, എപ്പോഴും കൂടുതൽ മിസ്സായി പോകും. അതേസമയം ഈ ബാസ്റ്റേഴ്സ് ഓഫ് ബോളിവുഡൊക്കെ കാണുമ്പോൾ അറിയില്ല അങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യുക, കാരണം അവരങ്ങനെ ഇട്ടിട്ടില്ല. അത് തന്നെ ഉദ്ദേശം ഉറപ്പാണ്. ഉദ്ദേശിച്ചത് നമുക്ക് തോന്നുന്നു, കാരണം മെയിൻ ഹീറോ എന്നൊരു അങ്ങനെ ക്യാരക്ടർ അങ്ങനത്തെ ഫിലിമാണ്. അപ്പൊ അത് അങ്ങനെയാണ് അവർ പോർട്രേറ്റ് ചെയ്തിട്ടില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ പറയുന്നത്. ബേസിക്കലി സ്റ്റാർ എന്നിട്ട് വെച്ചാൽ സ്റ്റാർ സ്പെല്ല് ചെയ്യുമ്പോൾ ബേസിക്കലി ഇതാണ്, നിങ്ങൾക്ക് അറിയണ്ടോ നമ്മള് ബാറ്റ്സ് ഓഫ് ഇങ്ങനെ നമ്മളിടയ്ക്ക് സോൺ ഔട്ട് ആയിരുന്നു. അത് സംഭവിക്കാം. നമ്മൾ അടുത്ത ടോപ്പിക് പറയാം, അടുത്ത ഡിസ്കസ് ചെയ്യുന്നത്. ഞാനെന്തോ പറഞ്ഞു കൊണ്ടായിരുന്നു, അത് നീ ഓർക്കുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. അതിന് സമാധാനം പോയില്ല, സംസാരിക്കും. ഇതേപോലത്തെ റാൻഡം ഇത് ലാംഗ്വേജ്, ഈ ലാംഗ്വേജ് മനസ്സിലാവും. കോമഡി ലാംഗ്വേജ് മനസ്സിലാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ലാംഗ്വേജ് മനസ്സിലായില്ലെങ്കിൽ കോമഡി ഹിറ്റാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൽ ലാംഗ്വേജ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാര്യം അതുപോലെയാണ് ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. കോമഡി നമുക്ക് സിനിമ സീരീസ് കോമഡി അതുപോലെ ഹിറ്റ് ചെയ്യും. ഭയങ്കര എൻ്റർടൈൻ ചെയ്ത് കാണാൻ പറ്റും. അടിപൊളി സീരീസ് ആണ്. അപ്പോൾ നമുക്ക് സിനിമ മാറ്റി വേറെ എന്തെങ്കിലും പറയാം. ലൈക്ക് നമ്മൾ ഇൻട്രാക്ഷൻ സിസ്റ്റംസ് കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. നമ്മൾ വേറൊരാളെ വിളിക്കും, നമ്മളെ നെറ്റ്വർക്കിലുള്ള ആൾക്കാരെ, കണക്ഷനിലുള്ള ആൾക്കാരെ, മലയാളികളുണ്ട് അല്ലാത്തവരും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു നമ്മളെന്താ ചെയ്യാൻ പോകണമെന്നൊരു ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, മാൽവെയർ ഡെവലപ്പർ. മാൽവെയർ ഡെവലപ്പേഴ്സ് ഉണ്ട്. പല കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രണ്ടാൾക്കാർ രണ്ട് ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ടാവാം, ഒരുപാട് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത ആൾക്കാർ, അങ്ങനെ കുറേ കണക്ഷൻസ്, അങ്ങനെ കുറേ ആൾക്കാർ നമുക്ക് കണക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ സെക്യൂരിറ്റിയിലായിട്ട് സെക്യൂരിറ്റിയിലായിട്ട് നമുക്ക് കുറേ മാൽവെയർ ഡെവലപ്പേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോരോ ഹാക്കിംഗ് ആ ഒരു വൈബിലോട്ട് പോകുന്ന കുറേ വെറൈറ്റി ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാനും അവരുടെ പെർസ്പെക്റ്റീവ്സും അവരെങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് എത്തിയതും ഓരോരുത്തരും എന്താണ് ആ ഫീൽഡിൽ ചെയ്യുന്നത്, അവരെങ്ങനെ ആ ഫീൽഡിലെത്തി, ഓരോരുത്തർ ഡിഫറെൻറ്റ് സ്റ്റോറീസ് കേൾക്കാൻ പറ്റും. പോരാത്തന്നെ അവരെന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്തു കരിയറിലൂടെ തുടങ്ങും, അവർ മാത്രമല്ല നമ്മൾ ചെയ്തു. ഇപ്പം ഞാൻ ചെയ്തതായിക്കോട്ടെ, ഇവൻ ചെയ്തതായിക്കോട്ടെ, ഇവൻ ഒരു ഡെവലപ്പർ ആവുന്ന സമയത്ത്, ഒരു പ്രോഗ്രാം എഞ്ചിനീയർ ആവുന്ന സമയത്ത് എന്തൊക്കെയാണ് മിസ്റ്റേക്ക് ചെയ്തു. നമ്മൾ സോ കോൾ ഡെവലപ്പേഴ്സ് വിളിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ, നമ്മൾ എഞ്ചിനീയേഴ്സ് എന്നാ പറയുന്നത്. ഡെവലപ്പേഴ്സിനാണ് റീപ്ലേസ് ചെയ്യാൻ വിശ്വസിക്കുന്ന ആൾക്കാർ. എക്സാക്ട്ലി. ടേക്ക് ഓവർ ചെയ്യും മേ ബി ആരെ, കോഡേഴ്സിന്, വെറും റാൻഡം കോഡേഴ്സിന്. ജസ്റ്റ് കോഡ് എഴുതാൻ മേ ബി എക്ക് പറ്റും. കാര്യം എന്താ, എക്ക് പറഞ്ഞു കൊടുത്താൽ എന്താ എഴുതേണ്ടത്. പക്ഷെ ഒരു എഞ്ചിനീയറിനെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. എഞ്ചിനീയർ എന്താണ് ബേസിക്കലി എഞ്ചിനീയർ എന്താണെന്ന് അറിയാം. ബട്ട് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്ട്രക്ചർ ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ എന്തുകൊണ്ട് അത് സ്ട്രക്ചർ ചെയ്യുന്നു, സ്ട്രക്ചറിങ് ആണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇപ്പം ഒരു ഹൈ സ്കിൽഡ് ആളാണ് അത് ഡ്രോ ചെയ്യേണ്ടത്, ഒരു ലോ സ്കിൽഡ് ആളാണ് പണിയുന്നത്. അപ്പോൾ എത്ര ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ഒരു വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഹൈ സ്കിൽഡ് ആൾ അത് പിക്ചർ ചെയ്യണതും അത് കോർ ബേസ് കറക്റ്റ് ചെയ്യണതും ഇതൊക്കെ. ബേസിക്കലി ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ കോർ കൺസെപ്റ്റ്സ്, കോർ കാര്യങ്ങൾ, നമ്മൾ ഇൻഡസ്ട്രി ഉള്ള ആൾക്കാരുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ കൂടുതൽ ടെക് ആയതുകൊണ്ട് മെജോറിറ്റി എപ്പിസോഡ് ടെക്കാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം നമ്മൾ എന്നും ടെക് സംസാരിക്കുന്ന ആൾക്കാരെന്നല്ല. അതെ, മിഞ്ഞാൻ നമ്മൾ രാജീവിനെ കുറിച്ച് മാത്രം 3 മണിക്കൂർ, ഒരു ദിവസം വെറും ആര്യൻകാരൻ മാത്രമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ദിവസം നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ പറയാൻ വെച്ചാൽ അങ്ങനത്തെ ദിവസം നമ്മളൊരു സ്ട്രക്ചേർഡ് ആയിക്കാണ്ട് പോഡ്കാസ്റ്റ് നമ്മൾ പറയുമ്പോൾ കുറച്ച് പ്രൈവറ്റ് കോൺവെർസേഷൻ ആയിക്കാരം. നമ്മൾ ബാഡ്സ് എന്നാവില്ല പറയാമോ അങ്ങനത്തെ മനസ്സിലായില്ല. നിങ്ങൾ കൂട്ടുകാരൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ അഥവാ കാണാൻ വായന വന്നാലും ഇനി കട്ട് ചെയ്തു കേട്ടിട്ട് നമുക്ക് സമയമില്ല, അത്ര എഫേർട്ട് ഇടാനും വയ്യാത്ത നമ്മൾ പോഡ്കാസ്റ്റ് തുടങ്ങി, യൂട്യൂബ് ചാനൽ. കാരണം എഫേർട്ട് ഇടുന്നതിന് മടിയാണ് നമുക്ക്. ബേസിക്കലി ഫേസ് കാണിക്കാനോ നമുക്കൊരു മിസ്റ്റീരിയസ് ആയിരിക്കാനാണ് താല്പര്യം. നമ്മൾ ആൾക്കല്ല കണ്ടന്റിനാണ് വാല്യൂ. നമ്മളൊരു ഇൻഫ്ലുവൻസർ ടൈപ്പ് അല്ല, കണ്ടന്റ് എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കേട്ടിരിക്കുക, അത്ര യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീടിന്ന് ഓഫീസിൽ കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ ഇയർഫോൺ ഇടുക, കേട്ടോണ്ടിരിക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അത്ര ഉള്ളൂ. നമുക്കൊരു 30 എപ്പിസോഡ് സ്ട്രക്ചർ പ്ലാൻ ഉണ്ട്. ഇപ്പം നമ്മൾ അത് ചെയ്യും. എന്താണ് ആൾക്കാരെ ഇൻപുട്ട് വരുന്നത് വരുമോ
ഒരു 10 ആൾക്കാരെങ്കിലും വന്ന് അടിപൊളി, നമ്മളതാ ഉദ്ദേശിക്കുന്നത്. നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആരും ബിഗ് ബോസ് ഒക്കെ കാണുന്നവർ വന്ന് 9 എപ്പിസോഡ് അതുപോലെ കാണാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല, നമ്മള് അങ്ങനെയല്ല, കുറച്ച് ക്യൂരിയസ് ആയിട്ടുള്ള പീപ്പിൾ. നമ്മൾ കുറച്ച് ക്യൂരിയസ് ആണ്. ടെക്കിന്റെ മെയിൻ പാർട്ടാണ് ക്യൂരിയസ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഫീൽഡേ അല്ല ക്യൂരിയസ്. നിങ്ങളെ ഇപ്പം നമ്മൾ GPT-2 പേപ്പർ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ എക്സൈറ്റ് ചെയ്യില്ല. നിങ്ങളൊരു ടെക് പേഴ്സൺ, ഐ മീൻ നിങ്ങൾക്കൊരു ഒരു ഗ്രോ ഇല്ല. നിങ്ങൾ വേറെ ഫീൽഡ് നോക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്, അല്ലാതെ ഒരു മോശമാണെന്നല്ല. അതിനോട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കേൾക്കാതിരിക്കുന്നത് നമുക്ക് അതർ ഫീൽഡ്സ് മൂവീസ്. നമ്മളെ പിന്നെ നമ്മൾ മെയിൻ സെഷൻ ഉണ്ട്, ഫുഡ് നമ്മളെ ഓഫീസ് പൊളിറ്റിക്സ്. അത് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം അവന്റെ നടക്കുന്ന ഓഫീസിലേക്ക് അതെല്ലാം എന്നോട് പറയും, എന്റേത് അവനോട് പറയും, നമ്മളെ ഫ്രണ്ട് സർക്കിളിനോട് പറയും, എടാ അവിടുത്തെ ഇന്റേൺസ് ഇങ്ങനെയാണ്, അവിടുത്തെ നമ്മളൊരു പുതിയ DP ജോയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്ത് ഒരു സ്പെസിഫിക് എപ്പിസോഡായിട്ട് നമ്മൾ ഫൺ എപ്പിസോഡ് എന്നല്ല, ബേസിക്കലി നമുക്ക് ഫണ്ണാണ് കേൾക്കുമ്പോൾ അതാക്കുമ്പോഴൊക്കെ. അപ്പം നമ്മൾ ഷെയർ ചെയ്ത് ഫണ്ണാണോ നമുക്ക് അറിയാം. ആരെങ്കിലും ഒരാൾ കണ്ട് 1-2 ആൾക്കാർ അറിയാം. നമ്മളെ ഫ്രണ്ട്സ് തന്നെ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അവരെന്തായാലും പറയും അറിയാതെ കണക്കുണ്ടാകും. ബേസിക്കലി ഈ ഓഫീസ് പൊളിറ്റിക്സ് പറഞ്ഞോണ്ട് നമ്മൾ അനോണിമസ് നിർബന്ധമാക്കിയത്. കാരണം അതൊരു അറിയാലോ, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് അത് നമ്മൾ പ്രൊഫഷണൽ ലൈഫാണ്. ഇത് നമ്മളൊരു പേഴ്സണൽ ലൈഫ്. അതെ അതെ. അപ്പം പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈവൻ ദോ നമ്മുടെ സ്വഭാവങ്ങൾ പലതായിരിക്കും, നമ്മൾ ക്യാരക്ടേഴ്സ് പലതായിരിക്കും, ബട്ട് സംടൈംസ് വി വോണ്ട് ടു ആക്ട് ഇൻ പ്രൊഫഷണൽ ലൈഫ്. അതാണ് നമുക്ക് മനസ്സിലായത്. ആക്ട് എന്ന് പറഞ്ഞാൽ മോശമായിട്ട് അഭിനയിക്കണം എന്നല്ല. ചില കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യണം, ചില കാര്യങ്ങൾ നമ്മൾ ഡെലിവർ ചെയ്യേണ്ട ഒരു റിതമുണ്ട്, എങ്ങനെയാണ് പറയേണ്ടതുണ്ട്. കാരണം ഞാൻ ഇപ്പം കുറച്ച് ആൾക്കാരെ മെൻറ്റർ ചെയ്തേക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും ഒരു പുതിയ ആൾ വരുമ്പോൾ എങ്ങനെയാണ് അവർ സാധനങ്ങൾ പഠിച്ചു വരുന്നതും ടേക്ക് ഓവർ ചെയ്യുന്നതും നമ്മളവരായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണമെന്നും അവരെ വേദനിപ്പിക്കാതെ കാര്യങ്ങൾ. അതിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പിന്നോട്ടാണ്. അത് എനിക്കത്ര കഴിവില്ല. ആരെന്ത് വന്നാലും ഞാൻ എന്തെങ്കിലും പറയും. കാര്യം സ്ട്രെയിറ്റ് ഫോർവേഡ് നല്ലതാണ്, പക്ഷേ ബി സെൻസിറ്റീവ് ടു അതർ പീപ്പിൾ. അതെ, അവരും നമ്മളെ മനസ്സിലാവും. ആൾക്കാരെ അറിവ് വെച്ച് നമ്മൾ നോക്കണം. ബട്ട് അറിവ് എന്ന് പറയുന്നത് പഠിക്കാൻ പറ്റുന്ന കാര്യം. അതെ, എക്സാക്ട്ലി. ഇന്ന് നമ്മൾ പറയുകയാണ് ഇപ്പം പറഞ്ഞ ടേക്ക് ഓവർ ചെയ്യൂല അടുത്ത 5 വർഷത്തിൽ. ചിലപ്പോൾ നമുക്കൊരു 6 മാസം കഴിഞ്ഞ് കൂടുതൽ റിസർച്ച് പേപ്പേഴ്സ് വരുമ്പോൾ പെർസ്പെക്റ്റീവ് മാറുന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യും. ബിഫോർ പെർസ്പെക്റ്റീവ് എന്തായിരുന്നു, ഇപ്പോഴത്തെ പെർസ്പെക്റ്റീവ് എന്താണ്, എന്തുകൊണ്ട് മാറി. ഇപ്പോഴത്തെ ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. കാര്യം എന്ന് വെച്ചാൽ ടേക്ക് ഓവർ ചെയ്യില്ല എന്ന് പറയാൻ കാരണം കറന്റ് എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്, കോഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? കാര്യം ഗിറ്റ് ഹബിൽ ആയിക്കോട്ടെ, ഗിറ്റ് ലാബിലായിക്കോട്ടെ, കണ്ട ഓപ്പൺ സോഴ്സ് കോഡ് ഫുള്ള് വെച്ചിട്ടാണ് ട്രെയിൻ ചെയ്തേക്കുന്നത്. ബേസിക്കലി നമ്മൾ ചിന്തിക്കാം, നമ്മൾ എന്തൊക്കെ കോഡ് എഴുതാൻ പോകുന്നതോ ആ കോഡ് ഫുള്ള് GPT-ക്ക് അറിയാം. എന്താ ചിന്തിക്കാൻ പോകുന്നത് അതൊക്കെ അറിയാം. ബേസിക്കലി എല്ലാം അറിയാവുന്ന ഒരാൾക്ക് അത് ബേസിക്കലി ഇന്ന് സ്പിറ്റ് ചെയ്തിടാൻ, വൊമിറ്റ് ചെയ്തിടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒരു എഞ്ചിനീയർ ഡിഫറെൻ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ പുതിയ സാധനം ഐഡിയ ബിൽഡ് ചെയ്യുമ്പോൾ ഡിഫറെൻ്റാണ്. കാര്യം അതൊരിക്കലും ഒരു പുതിയ ഐഡിയ, എസ്പെഷ്യലി ഒരു പുതിയ ഐഡിയ ആണെന്നുണ്ടെങ്കിൽ GPT-ക്ക് അറിയില്ല എന്നൊരു സംഭവമുള്ള കാര്യം. നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ GPT-യുടെ തല പോകിഞ്ഞിരിക്കും. കാര്യം അത് കേട്ടിട്ടില്ല എന്നൊരു സാധനം, അതറിയാത്ത കാര്യം അതിന് സ്പിറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഒരു ഫെയിൽ ആവാൻ പോകുന്നത്. ആ ഒരു കാര്യത്തിന് ഹ്യൂമൻസ് മാത്രമേ പറ്റൂ. റിയൽ എഞ്ചിനീയറിന്റെ വാല്യൂ വരുന്നത്. അതെ, റിയൽ ബേസിക്കലി ഞങ്ങൾ വിചാരിക്കുന്നത് മോർ ഓപ്പണിങ്സ് വരുന്നതാണ്. അതെ, അതാണ് സത്യം. കൂടുതൽ ഓപ്പണിങ്സ് വരും. ബേസിക്കലി യൂസ് ചെയ്യും, നമ്മുടെ ആവശ്യം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് പ്രൊഫഷണൽ ലൈഫ്. അതെ, ഡാം ഷുവർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളാണ് യൂസ് ചെയ്യുന്നതിൽ ജോലി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അതുപോലെ എന്താണ് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യാം ഓരോ എപ്പിസോഡ്. കാരണം ഇതെന്താ ഇപ്പൊ നമ്മളിപ്പോ നമുക്ക് തന്നെ മനസ്സിലാവും, നമ്മൾ ഓരോ സമയത്ത് ഫിലിം ഒരു സമയത്ത് ഇത് പല ഒരു ഗ്രാഫ് ഡൗൺ ആൻഡ് അപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡാണ്, നമ്മളിങ്ങനെ റാൻഡമായിട്ട് നമ്മൾ കുറച്ച് സ്ട്രക്ചേർഡ് ആയ കാര്യങ്ങൾ പറയുന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഓരോ ടോപ്പിക് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് ആ ടോപ്പിക് എടുക്കുമ്പോൾ ആ ടോപ്പിക് മാത്രമേ കാര്യം. ഇപ്പോൾ ഒരു ഇൻട്രാക്ഷൻ വരുമ്പോൾ അവൻ്റെ പെർസ്പെക്റ്റീവും അവൻ പഠിച്ച കാര്യങ്ങളും ഇതൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് ജോളി ഫ്രണ്ട്സിനും കൊണ്ടുവരും, വെറുതെ റാൻഡമായിട്ട് സ്റ്റോറീസ് പറയാനൊക്കെ. അതൊക്കെ നമ്മൾ പ്ലാനിങ്ങിലുണ്ട്. ഇതൊക്കെ ഒരു 30 എപ്പിസോഡ്സ് നമ്മുടെ പ്ലാനിലുണ്ട്. അത് നമ്മളൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഡയലോഗ് പ്ലാനിലൊക്കെയാണ് നമ്മൾ. പിന്നെ ബേസിക്കലി അച്ഛന്മാരും മടിയന്മാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ മടിയന്മാരാണ്. അതെ, ഇപ്പൊ തന്നെ അതെ. അപ്പം
അപ്പം നീ രണ്ടുപേരും ഇറങ്ങൂല, അതാണ് അടുത്ത പ്രശ്നം. അത് വേറെ കാര്യം. അപ്പം ഞാൻ ഓപ്പൺ സോഴ്സ് പറഞ്ഞിട്ടുള്ള ആ പോയിന്റ് കൂടെ ഇടാം. നമ്മളെങ്ങനെ ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം, അതെങ്ങനെ വാല്യുബിൾ ആകാന്നില്ല ഇത് എനിക്ക് തരാൻ പറ്റും, അവന് തരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ബഗ് ബൗണ്ടി അതെങ്ങനെ ചെയ്യാം, അത് എങ്ങനെ ചെയ്യാം, അതിന്ന് കുറച്ച് ഏണിങ്സ് എങ്ങനെ ഉണ്ടാക്കാം, കുറച്ചോ കൂടുതലോ അതൊക്കെ നമ്മളെ സ്കിൽ അനുസരിച്ച് അല്ലേ, നമ്മുടെ സ്കില്ല് നമ്മുടെ കയ്യിലുള്ള നമ്മളെങ്ങനെ സെല് ചെയ്യും. അതെ, സെല് ചെയ്യാൻ നമ്മളെങ്ങനെ എടുക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഇതൊക്കെ ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ബഗ് ബൗണ്ടി അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ ഇതൊക്കെ നമ്മൾ ഇൻഡിവിജ്വൽ എപ്പിസോഡ്. അപ്പൊ ഞാൻ പറഞ്ഞ ടൈറ്റിൽ നോക്കുക, ഇഫ് ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ നമുക്കറിയില്ല, നിങ്ങൾ കാണുന്ന 10 ആൾക്കാർ ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നാളെ നമ്മളൊരു സാധനം ഇടുമ്പോൾ ടൈറ്റിൽ വായിച്ചിട്ട് മാത്രം കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും. നിങ്ങൾ ഫിലിം ഇൻട്രസ്റ്റഡ് അല്ലാത്ത ആളാണെങ്കിൽ, കാരണം നമ്മുടെ ഓഫീസിലെ കുറേ ആൾക്കാരുണ്ട് ഫിലിം ഇൻട്രസ്റ്റഡ്, എല്ലാവരും ഫിലിം കാണാൻ പോകില്ല, ഓ ഇതിലൊന്നാലും ഫോണിൽ വന്നാലും കാണാത്ത ആൾക്കാർ, കുറച്ച് ആൾക്കാർ ഫിലിം കാണുന്നതുകൊണ്ട്. അപ്പം ബേസിക്കലി ഒരു ഓൺ സൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. പിന്നെ ഞാൻ റിമോട്ടായിട്ട് വർക്ക് ചെയ്തതാണ്, അതെങ്ങനെ ഉണ്ടെന്ന് പറയാം, കമ്പയർ ചെയ്യാം, നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വീണ്ടും പറയുന്നത് കോഴ്സ് സെല് ചെയ്യാനുള്ള ഉദ്ദേശമില്ല, അങ്ങനെ ഒന്നല്ല. നമ്മൾ കുറെ ടെക്ക് വരണം, ചിലപ്പോ ഈ പേപ്പറൊക്കെ പറയാൻ വേണ്ടിട്ട് തോന്നുന്നു എന്തൊക്കെയോ അറിയാനും തോന്നും. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കണം. നമ്മൾ കോഴ്സ് പറയാനോ നമുക്ക് അങ്ങനത്തെ ഒരു നോളജേ ഇല്ല, നമ്മൾ പഠിച്ചു തരാണ്. അപ്പൊ നമ്മൾ മെയിൻ ഉദ്ദേശം നമ്മൾ കൂടുതൽ പേപ്പേഴ്സ് വായിക്കും, എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി. അതാണ് അത് നമ്മളൊരു പ്ലസ് പോയിന്റ് ആകാം. ഇനിയിപ്പോ നിങ്ങൾ എടുത്തില്ലെങ്കിലും ഇനിയിപ്പോ ഒരു ഹിറ്റ് ആയില്ലെങ്കിൽ പ്രശ്നമില്ല, ഞങ്ങൾ കുറെ ലേൺ ചെയ്തു. അതാണ് നമ്മളൊരു പെർസ്പെക്റ്റീവ്. അതായത് നമ്മളൊരു ഇത് തുടങ്ങാൻ ഇത് ഇപ്പം ഞങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്ത് ആരും കേട്ടില്ലെങ്കിലും കേട്ടില്ല. പക്ഷെ നമ്മള് ഈ നോളജ് നമ്മൾ പഠിക്കണല്ലോ. ഇപ്പൊ നമുക്ക് GPT-2 പേപ്പർ പഠിക്കാൻ നമുക്ക് അറിയണമല്ലോ. ആ നോളജ് ഞങ്ങളെ ഭാവിയിൽ ഹെൽപ്പ് ചെയ്യും, ഞങ്ങളെ ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതാണ് നമ്മളെ ബേസിക്കൽ പ്ലാൻ, ഇതാണ് നമ്മളെ കാര്യങ്ങൾ. പിന്നെ നമുക്കൊരു ഡിസ്ക്ലൈമർ വരാനുള്ളത്, നമ്മളിങ്ങനെ ഒരു ഫ്രിക്ഷണൽ സ്റ്റോറി ആക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഓഫീസ് പൊളിറ്റിക്സ് ഇങ്ങനത്തെ സ്റ്റോറീസ് ഫിക്ഷൻ അല്ല. അതായത് ഡീറ്റെയിൽസ് മേ ബി ഡിഫറെന്റ് ആയിരിക്കും, നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. അതെ, ആ ഇവന്റ് കറക്റ്റ് ആയിരിക്കും, അതെ, ആ സ്റ്റോറിയും കറക്റ്റ് ആയിരിക്കും, ബട്ട് അതിന്റെ ക്യാരക്ടേഴ്സ് ഫിക്ഷൻ ആയിരിക്കും. ചിലപ്പോൾ ഒരു ബോയിലർ ഗേളാകും, പേര് രഘു എന്നുള്ളത് ജോണാകും, അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ടെക് ആയിക്കോട്ടെ മൂവീസ് ആയിക്കോട്ടെ ഇതൊക്കെ പറയാൻ നമുക്ക് എന്താ യോഗ്യത? പ്രത്യേകിച്ച് യോഗ്യതയൊന്നും ഇല്ല, വെറുതെ അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ കാര്യം കേട്ട് എന്റർടൈൻഡ് ആവുക, അല്ലെങ്കിൽ ബേസിക്കലി ഇൻഫോർമേറ്റീവ് കണ്ടന്റ് പറയുമ്പോൾ നമുക്കറിയാത്തൊരു കണ്ടന്റ് നമ്മൾ പറഞ്ഞു കൊടുത്തത് പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, അല്ലെങ്കിൽ ഇത് അടിപൊളിയായാലും എന്ന് പറഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷനായി, ഞങ്ങൾ ആ സാധനം പഠിച്ചും ചെയ്തു. ബേസിക്കലി അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ബേസിക് സാധനങ്ങൾ. ഇത് തന്നെ 10-20 മിനിറ്റായി. നമ്മൾ ആദ്യം പ്ലാൻ 5 മിനിറ്റ് ഉണ്ടാവും വിചാരിക്കും, ഇതൊരു 20 മിനിറ്റിന്റെ അടുത്തായിപ്പോ. അപ്പം നമ്മൾ ഇത് വെറുതെ നിർത്താം തൽക്കാലം. എന്നിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് എന്താണ് പ്ലാൻ ചെയ്യുന്നത്, നമ്മളൊരു GPT പേപ്പർ ആയിട്ടോ അല്ലെങ്കിൽ റാൻഡം സ്റ്റോറീസോ അല്ലെങ്കിൽ ഫിലിം ആയിട്ടോ ചിലപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇത് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ റൂമിൽ ഭയങ്കര എക്കോണ്, എഡിറ്റ് ചെയ്തതിന് ശരിക്കും ഫുൾ എക്കോണ് നമ്മൾ ഇടൂല, എന്ത് ചെയ്യാൻ പറ്റും. അതെ അതെ, അതുപോലെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 10-20 ആൾക്ക് കാണുകയാണെങ്കിൽ നൈസായിട്ട് ഒരു മൈക്കൊക്കെ വാങ്ങി ഒന്നും കൂടി ഒന്ന് ഇതാക്കണം പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പ്രശ്നമില്ല, ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട് 10:30. അതുകൊണ്ട് 10:30 മീറ്റിംഗ് ഉണ്ട്. ഇവ ഇങ്ങനെ സോൺ ഔട്ടോ, ഞാൻ പറഞ്ഞ നേരത്തെ സോൺ ഔട്ടിന്റെ ഒരു വേറെ ലീഗ്, നമ്മൾ വേറെ സംസാരിക്കാണ്. അത് വേറെ ക്ലാസ് ഒരു ADHD ക്ലാസ്. അപ്പം അങ്ങനെ മീറ്റിംഗ് നമ്മൾ നേരത്തെ കമ്മിറ്റ് ചെയ്ത് പോയതാണ്. ഭയങ്കര മീറ്റിംഗ് ഒന്നല്ല, ബട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്ത് നമ്മൾ ഫ്രണ്ട്സിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഇതാണ്. അപ്പം നമ്മൾ വീണ്ടും വരും വിചാരിക്കണേ, ഈ വീഡിയോ അപ്ലോഡ് ആവാമെന്ന് വിചാരിക്കണേ. അപ്പം ആരെങ്കിലും കേട്ടെങ്കിൽ പുതിയതായിട്ട് നമ്മളെ ഫ്രണ്ട്സ് അല്ലാതെ താങ്ക് യു, ബൈ.